ഞാൻ ഇപ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കോളിംഗ് ബെൽ അടിച്ചു. ഞാൻ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ ഐ വാസ് സർപ്രൈസ്ഡ്. എനിക്കൊരു ഗിഫ്റ്റ് വന്നിരിക്കുകയാണ്. അതും ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത്. ഇറ്റ്സ് നോട്ട് മൈ ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേ അല്ല, ബട്ട് സ്റ്റിൽ ആ ഗിഫ്റ്റ് വന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയായി. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിയുടെ ഫ്രണ്ട് സെൻഡ് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ട് തന്നിരിക്കാൻ. ദിസ് ഈസ് എ ഗിഫ്റ്റ്. എനിക്കിത് കിട്ടിയപ്പോൾ എന്ത് ഇമോഷൻസാണ് എൻ്റെ മനസ്സിൽ കൂടെ പോയതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കരയണോ ചിരിക്കണോ എന്നറിയത്തില്ല. ബിക്കോസ് ഇപ്പം ഓക്കെ ബർത്ത്ഡേ ആണെങ്കിൽ വി വിൽ എക്സ്പെക്റ്റ്. പക്ഷേ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു സർപ്രൈസ് വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ലേ, അതാണ് എനിക്ക് കിട്ടിയത്. ആ ഒരു ഇമോഷൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല. ഞാൻ ഓർത്തു ഇതെന്തായാലും ഓപ്പൺ ആക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഓപ്പൺ ആക്കാം. താങ്ക് യു സോ മച്ച്. ഓ മൈ ഗോഡ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഓക്കെ ഞാൻ ഈ കാര്യത്തിന് ഇത്ര ഇമോഷണൽ ആവുന്ന എന്തിനാന്ന്. പക്ഷേ ഐ ലവ് സർപ്രൈസസ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിനാണെങ്കിലും ഞാനാണ് സർപ്രൈസസ് പ്ലാൻ ചെയ്യുന്നതും കൊടുക്കുന്നതും ഒക്കെ. ബട്ട് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് എനിക്ക് ഒരു സർപ്രൈസ് കിട്ടുന്നത്. ഐ നോ എന്താ ആ ഒരു സർപ്രൈസ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന നമുക്കൊരു ഹാപ്പിനെസ് നമ്മൾ മറ്റുള്ളവരിൽ കണ്ടിട്ടുള്ളത് അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ അനുഭവിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് സൂര്യയാണ് എനിക്കിത് സെൻഡ് ചെയ്തത്. 7 വർഷമായിട്ടുണ്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ട്. വെഡ്ഡിങ്ങിനാണെങ്കിലും ഷീ സെൻഡ് മി എ ഗിഫ്റ്റ്. ബട്ട് ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. വി നീഡ് സം വൺ ലൈക്ക് ദിസ്. ലൈക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈഫിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുന്നത് വളരെ നല്ല കാര്യമാണ്. ഓ എന്നോട് എപ്പോഴും പറയായിരുന്നു ചേച്ചി ഒരു ചേച്ചിയുടെ തോട്ട്സ് എല്ലാം എഴുതി വെക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആയിത്തീരണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. ആൻഡ് ഐ ലവ് യെല്ലോ. അതവൾക്ക് നന്നായിട്ട് അറിയാം. ദിസ് ഈസ് സോ ക്യൂട്ട്. ഐ ലവ് ബുക്സ് ആൻഡ് ചോക്ലേറ്റ്സ്. നമ്മുടെ ലൈഫിൽ നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാളുണ്ടെന്ന് അറിയുന്നത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഈ ഗിഫ്റ്റ് അത്രത്തോളം എനിക്കിഷ്ടമായി. ആൻഡ് താങ്ക് യു സോ മച്ച് സൂര്യ ഫോർ സെൻഡിങ് മീ ദിസ്. ലവ് യു.